ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നും വെറൈറ്റി ആയിട്ടുള്ളൊരു പോള റെസിപ്പി ആയിട്ടാണ് വന്നത്. കുറച്ച് ചിക്കനും കോളിഫ്ലവറും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു പോള റെസിപ്പിയാണ്. കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. അപ്പോൾ നമുക്ക് ഈ പോള ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് എടുക്കണം കേട്ടോ. കുക്കായി പോവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുക്കുക. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസസ് ആക്കിയിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തത് നമുക്കൊന്ന് നല്ല ചൂടായ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായി വരട്ടെ. ഞാൻ 2 രീതിക്ക് കട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ രീതിയാണ് ഈ കുറച്ച് വലിപ്പത്തിൽ. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് ചെറുതാക്കി കട്ട് ചെയ്തതാണ് ബോയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റുക. കൂടുതൽ സമയം ഇട്ടിട്ട് വല്ലാണ്ട് അങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയാകുമ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അടിഞ്ഞ പോലെ ആയിപ്പോകും കേട്ടോ. അത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഈ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് രണ്ടാമത് ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയായിരുന്നേ. ഒന്നിച്ചിട്ട് കൊടുത്താൽ അത് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞാൻ 2 തരത്തിലാക്കിയത്. ഇത് കംപ്ലീറ്റും ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത് ചെറിയ പീസസാക്കി കട്ട് ചെയ്ത് ഇത് മസാലയ്ക്ക് വേണ്ടി ചെയ്തതായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്യുമല്ലോ, ആ സമയത്ത് കുറച്ച് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ കൂടുതൽ സമയമൊന്നും വേവിക്കുന്നില്ല. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങ് വേവിക്കണം എന്നില്ല. ഞാൻ പിന്നെ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് കൊടുക്കും, നല്ലതല്ലേ വെച്ചിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് എടുത്തതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റട്ടെ. കംപ്ലീറ്റും വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അതേപോലെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തത്. സാധാരണ മുളക് പൊടിയാലും കുഴപ്പമൊന്നുമില്ല, എരിവ് നോക്കിയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ കോൺഫ്ലോറും മൈദപ്പൊടിയും അരിപ്പൊടിയും കൂടെ തന്നെ സോയാ സോസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പൊടികൾ മാത്രം ഒന്ന് കലക്കിയിട്ട് അതിലോട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിലോട്ട് 1.5 ടീസ്പൂണോളം ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നല്ലേ പൊടികൾ പെട്ടെന്ന് പിടിച്ച് കിട്ടും. വെറും പൊടികൾ മാത്രം കലക്കിയിട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട. പൊടികൾ പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതിലും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒക്കെ കൂടെ തന്നെ 1 ടീസ്പൂൺ മൈദപ്പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, പിന്നെ അതുപോലെ 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കും. ഇതിലും ഞാൻ 1.5 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പൊടികൾ കലക്കിയിട്ട് കോൺഫ്ലവർ ഇടുന്നെങ്കിൽ ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ കൂടി മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിലും ഇതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, കൂടെ തന്നെ 1 ടീസ്പൂണോളം സോയാ സോസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെക്കാം. ചിക്കനിലോട്ട് പൊടികളൊക്കെ പിടിച്ച് വരുമ്പോഴേക്ക് നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് വലിപ്പത്തിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കോളിഫ്ലവർ, അത് വേണം നമുക്ക് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കൂടുതലിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, ഞാൻ കുറച്ച് വലിപ്പമുള്ളത്, കാരണം കരിഞ്ഞു പോകും. നമുക്കത് പോള ഫ്ലിപ്പ് ചെയ്തിട്ടൊക്കെ ഇടുമ്പോൾ വീണ്ടും കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ മുഴുവനും കോരി മാറ്റിയിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി രണ്ടാമത് മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ കോളിഫ്ലവറും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ എണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതും പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. കൂടുതൽ എണ്ണയിലിട്ടിട്ട് കരിഞ്ഞ പോലെ ആക്കണ്ട കേട്ടോ. അപ്പോൾ ആ ടേസ്റ്റ് ആകെ മാറിപ്പോവുക പോളയുടെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ മുഴുവനും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റോ ചതച്ചോ എങ്ങനെയായാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ സോയാ സോസൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ അല്ലാണ്ട് ഉപ്പ് കൂടി പോരുത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം മസാലയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം പൊടിച്ചത്,
പൊടിച്ചതും പിന്നെ കുരുമുളക് കൂടി ഏകദേശം 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, വല്ലാണ്ട് വഴറ്റി ഉടക്കണ്ട. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ രണ്ടാമത്തെ കോളിഫ്ലവർ ഉണ്ടല്ലോ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത്, അതുകൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പിന്നെ ഉള്ളി ഒന്ന് വല്ലാണ്ട് വഴറ്റി ഉടക്കണ്ട. നമ്മൾ പപ്സ് ഉളക്കൊക്കെ ചെയ്യുമ്പോൾ വഴറ്റുന്നില്ല, അതേ കണക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. കോളിഫ്ലവറൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും ഇതാ ചിക്കനിലും പൊടികളൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് ഓയിലാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 5-6 ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പോള പാത്രത്തിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് പീസസ് എടുത്തോളൂ കേട്ടോ. എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് മുഴുവനും ഇതുപോലെ ഒന്ന് പിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ മുഴുവനും പിച്ചി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3-4 മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് രണ്ടും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ഇല്ലേ, അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങെടുക്കുക. അത്രേ വേണ്ട കേട്ടോ, വല്ലാണ്ട് അരക്കണ്ട. ഇതിപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവൻ ഞാൻ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോളിഫ്ലവറിൻ്റെ മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ കായ്പളക്കൊക്കെ ചെയ്യുന്നില്ല, അതേ കണക്ക്. പിന്നെ കുറച്ച് ഞാൻ ക്രഷ് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കന്, അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഗീ കൂടെ ഞാൻ ഈ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് പാത്രത്തിലാണോ പോള സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പോള പാത്രം ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഫസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് ഇതുപോലെ അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കും കേട്ടോ. നോക്കിയിട്ട് അത് എന്തായാലും ഇത് മുട്ട ചേർത്തത് കൊണ്ട് തന്നെ പൊങ്ങി വരുമ്പോൾ ഇതൊക്കെ അങ്ങ് അടിയിലോട്ട് പോകും. അപ്പോൾ കുറച്ച് അടിയിലോട്ട് പോകുന്നേരം ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എപ്പോഴും പറയുന്ന പോലെ പഴയ സബ്സ്ക്രൈബ്സ് സ്കിപ്പ് ചെയ്തോളൂ. ഇതുപോലൊരു ഉപയോഗിക്കാത്തൊരു തവയോ അതല്ലെങ്കിൽ ഫ്ലെയിം കൺട്രോളറോ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പോളപ്പാത്രം വെച്ച് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒന്നുകൂടെ പറയാം, ഗ്ലാസ് ലിഡാണെങ്കിൽ അതിൽ ഹോൾസ് ഉണ്ടെങ്കിൽ അത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ കണ്ടോ, അതൊക്കെ അതിലങ്ങ് പതിഞ്ഞിരുന്നിട്ടുണ്ട്. നമ്മൾ വെച്ച് കൊടുത്തത് ഒരു 5 മിനിറ്റിന് ശേഷം കേട്ടോ. അപ്പോൾ അതൊന്ന് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് ബാക്കിയുള്ളതും കൂടെ വെച്ച് കൊടുത്താൽ കണ്ടോ കറക്റ്റായിട്ട് അതിലങ്ങ് ഇരുന്നോളൂ. ഇനി അത് കുക്കായിട്ട് വരുന്നവരെ അതിലങ്ങ് പതിഞ്ഞിരുന്നോളൂ, താഴ്ന്നു പോയില്ല കേട്ടോ. ഇനി വീണ്ടും ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ പറഞ്ഞതുപോലെ ടൈം ഞാൻ കറക്റ്റ് പറയാത്തത് ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ടൈം ഡിഫറൻ്റ് ആവും. എൻ്റെ ഏകദേശം 45 മിനിറ്റ് ആയപ്പോഴേക്ക് ഇതാക്കണ്ടോ സൈഡ് വശത്ത് നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു കൊള്ളിയോ സ്ക്വയറോ വെച്ചൊന്ന് കുത്തി നോക്കിയിട്ട് അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് ആ കുക്കായി നടത്തും. ഇനി ഒരു പാനിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കുറേ സമയം വെച്ചിരിക്കരുത്, ഒരു 3-4 മിനിറ്റ് അത്രേ വേണ്ടു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് വലിപ്പത്തിൽ ഫ്രൈ ചെയ്തില്ലേ, അത് കൂടുതൽ സമയം ഫ്രൈ ചെയ്യരുതെന്ന്. ഇനി ഞാൻ വീണ്ടും അതേ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ലിഡിൻ്റെ മുകളിലും ഹോൾസ് ഉണ്ടെങ്കിൽ അടച്ചു വെച്ച് കൊടുക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. എൻ്റെതിന് പിന്നെ ഗ്ലാസ് ലിഡിന് ഹോൾസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഇനി ഒരു 45 മിനിറ്റ് ആയപ്പോഴേക്ക് ഞാനിതാ വേറൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ടപ്പോൾ കണ്ടോ സൈഡ് വശമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. സൂപ്പറായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ആ മുകളിൽ ചേർക്കുന്ന കോളിഫ്ലവർ കുറേ സമയം കുക്കാക്കി എടുക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് കുക്കാവില്ല എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അടിഭാഗം തന്നെ കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി, മേൽഭാഗം വരെ ആയിക്കോളും. നോക്കിയാൽ നന്നായിട്ടായിട്ടുണ്ട്, സൂപ്പറായിരുന്നു. ഉൾവശം വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ഏറെ നേരം വെച്ചിട്ട് ഒന്ന് ഫ്ലെയിം ചെയ്തിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ അത് കുക്കായിക്കോളും. പിന്നെ ഒരു കാര്യം കൂടെ എന്നോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ, നമ്മൾ ചിക്കൻ ചേർത്തതിന് പകരമായിട്ട് ചിക്കൻ ക്യൂബ്സ് മസാലയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ചിക്കൻ തന്നെ നിർബന്ധമൊന്നുമില്ല, ക്യൂബ്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ക്യൂബ്സ് കയ്യിലുണ്ടെങ്കിൽ അത് മസാല ചേർക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നെ അന്നേരം ഉപ്പ് ചേർക്കുമ്പോൾ എല്ലാത്തിലും ഒന്ന് ശ്രദ്ധിക്കാം. ചിക്കൻ ക്യൂബ്സിലും സോയാ സോസിലും ഒക്കെ ഉപ്പുള്ളതാണ്, അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാം. അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും താങ്ക് യു.